الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأهل بيته وأتباعه وأنصاره وأشياعه إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. وقال النبي صلى الله عليه وسلم عقوق الوالدين من أكبر الكبائر. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. चमक तुझसे पाते हैं सब पाने वाले, चमक तुझसे पाते हैं सब पाने वाले। मेरा दिल भी चमका दे चमकाने वाले। हबीबे हबीबे खुदा का नज़ारा करूँ मैं, दिलों जान उन पे नज़ारा करूँ मैं। खुदा का नज़ारा करूँ मैं, खुदा का नज़ारा करूँ मैं। ഉമ്മാന്റെ കണ്ണീര് തോരുന്നതെന്നാ, ഉമ്മാന്റെ ചുണ്ടിൽ ചിരി വിടരുന്നതെന്നാ, ഉള്ളം തുറന്നുമ്മ എന്നോട് പുന്നാരം പറയുന്നതെന്നാണ്. ഉമ്മ പറയുന്നതെന്നാണ്. സ്നേഹമാണ് സഹനമാണ് പൊന്നുമ്മ ജീവനാണ്. സ്നേഹമാണ് സഹനമാണ്
സഹനമാണ് പൊന്നുമ്മ ജീവനാണ് ധിക്കാരം കാട്ടി നീ ചീത്ത വീളിച്ചിടല്ലേ ധിക്കാരം കാട്ടി നീ ചീത്ത വീളിച്ചിടല്ലേ ഹുങ്കാരഭാവം കാട്ടി തല്ലിച്ചതച്ചിടല്ലേ ഹുങ്കാരഭാവം കാട്ടി തല്ലിച്ചതച്ചിടല്ലേ സ്നേഹമാണ് സഹനമാണ് സ്നേഹമാണ് സഹനമാണ് പൊന്നുമ്മ ജീവനാണ് പൊന്നുമ്മ ജീവനാണ് പൊന്നുമ്മ ജീവനാണ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സാദാത്തുക്കളെ, പണ്ഡിത മഹത്തുക്കളെ, ഈ നല്ല മജ്‌ലിസിൽ വന്നെത്തിയ നല്ലവരായ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസ് അവൻ്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ല ഒരു മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നമ്മളിവിടെ ഇന്ന് ഈ രാത്രി ഒരുമിച്ച് കൂടിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും പ്രസ്ഥാനങ്ങളെയും സഹായിക്കുന്നവർ, നമ്മുടെ മജ്‌ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ, നമ്മൾ മജ്‌ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, നൽകിയവർ, ഇന്നുവരെ ഏതെല്ലാം സദസ്സിൽ പോയപ്പോൾ എന്തൊക്കെ ആവശ്യത്തിനു വേണ്ടി ആരോടെല്ലാം എവിടെയൊക്കെ വെച്ച് എന്തൊക്കെ ചോദിച്ചോ അവർക്കൊക്കെയും നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കുവാൻ അല്ലാഹു ഈ മജ്‌ലിസ് ഒരു നിദാനമായി, ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയി ഖബറിന്റെ ഏകാന്തതകളിൽ ആരുമാരും കൂട്ടിനില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന നമ്മുടെ മുൻഗാമികളുടെ ഖബറുകളെ അല്ലാഹു സ്വർഗമാക്കി മാറ്റുകയും നേരം പോക്കിനു വേണ്ടി ഈനാസായി നമ്മുടെ ഈ മജ്‌ലിസ് അവരുടെ ഖബറുകളിൽ അല്ലാഹു കാണിച്ച് അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകേണ്ടവരാണ്. എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ, ഏത് സാഹചര്യത്തിൽ മരണപ്പെടുമെന്ന് നമുക്കറിയില്ല. എവിടെ വെച്ച് മരിച്ചാലും കലിമത്തു ഷഹാദ പറഞ്ഞ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഈ മജ്‌ലിസിൽ സഹോദരന്മാരെ, ഈ നല്ല സംഘാടകർ സംഘടിപ്പിച്ച മനോഹരമായ സദസ്സ് നിലാലംബരായ പാവങ്ങളായ വളരെ സാധുക്കളായ 3 പെൺകുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഉള്ള വേദിയാണ്. പ്രിയപ്പെട്ട ഉമ്മ എന്ന വിഷയത്തെ അധികരിച്ചു വേണം നമുക്ക് സംസാരിക്കാൻ. ഹക്ക് പോലെ പറയുവാനും അത് കേട്ട് മാതാവിനോടും പിതാവിനോടുമൊക്കെ നല്ല ഒരു സമീപനം കാഴ്ചവെക്കുവാനും അതുവഴിയായി ഇഹപര നേട്ടങ്ങൾ ലഭിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഒന്നാമത്തെ സ്വർഗമേതാന്നറിയുമോ? മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. എന്റെ ഖബറു ശരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം, എന്റെ ഖബറു ശരീഫിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം അത് സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട ആരാമമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതെവിടെയാ സ്ഥലം ഉള്ളത്? ജോറിൽ ചൊല്ലല്ലോ ബാവ, ചെറിയ ചെറിയ മക്കളൊക്കെ ധാരാളം ഉണ്ടല്ലോ. എവിടെയാ മക്കളെ അതുള്ളത്? ആ സ്ഥലം എവിടെയാ ഉള്ളത്? ജോറിൽ, മദീന. ഒന്ന് എല്ലാരും ഒന്ന് ചൊല്ലിയേ, മദീന 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 മദീന. വലിയ ആളുകൾ ആരും ചെല്ലുന്നില്ല, ചെറിയ മക്കളെ. മദീന എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ വല്ലാത്ത ഹാപ്പിയാണ്, സന്തോഷമാണ്, ആനന്ദമാണ്, ആഹ്ലാദമാണ്. ഏത്? മദീന. അതുകൊണ്ട് എല്ലാവരും ജോറിലും ചൊല്ലി സദസ്സൊന്ന് ബറക്കത്താവട്ടെ. അൽ ഈമാനു യഅ്രിജു ഇലൽ മദീന കമാ തഅ്രിജുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശ്വാസി മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ അത് മടങ്ങുന്നത് മദീനയിലേക്കാണ്. ആ മദീനയെ പറ്റിയാണ് നമ്മൾ അൽ ഈമാനു യഅ്രിജു ഇലൽ മദീന കമാ തഅ്രിജുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് അത് മടങ്ങുന്നത് മദീനയിലേക്കാണ്. ഈമാൻ യഅ്രിജു ഇലൽ മദീന. പാമ്പ് 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 മാലു, പാമ്പിനെന്താ പറയുന്നേ? സർപ്പ അല്ലേ? പാമ്പ് തന്നെ പറയും, സ്നേക്ക്. ഈ സാധനം എത്ര വയസ്സൻ പാമ്പായാലും, കണ്ണ് കണ്ടുകൂടാത്ത പാമ്പായാലും, അത് അതിന്റെ മാളത്തിൽ നിന്ന്, മടയിൽ നിന്ന്, അതിന്റെ വീട്ടിൽ നിന്ന്, ഔത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കുറെ ദൂരം, കിലോമീറ്ററോളം പോകും. എവിടെ പോയാലും അത് തിരിച്ച് റിട്ടേൺ തന്റെ ഔത്തിലേക്ക് തന്നെ മടങ്ങി വരും. എന്നതുപോലെ ഈമാനുള്ള മനുഷ്യന്റെ കൽബ് മടങ്ങുന്നത് മദീനയിലേക്കാണ്. അതുകൊണ്ടാ മദീന നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം പരത്തേണ്ടുന്ന നാമമാണ്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും, ഞാനിത് പറയുന്നത് ഈ സദസ്സിന്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂമി ലോകത്ത് 2 സ്വർഗങ്ങളാണ്. ഒന്നാമത്തെ സ്വർഗം ഏതാണ്? അത് മദീനയാണ്. മദീനയിലെവിടെയാണ്? ഹബീബായ പുന്നാര നബി തങ്ങളുടെ ഖബറു ശരീഫിന്റെയും അവിടുത്തെ മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗമാണ്. സഹോദരങ്ങളെ, അതുപോലെ ആ ശ്രേഷ്ഠമായ സ്ഥലം പോലെ മറ്റൊരു സ്ഥലത്തെ പുന്നാര ഹബീബ് പറഞ്ഞു തന്നു. ഏതാണ് ആ സ്ഥലമെന്നറിയുമോ? മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. ഇൽമ പറയുന്ന മജ്ലിസ്, വിജ്ഞാനം വിളമ്പുന്ന സദസ്, അത് സ്വർഗീയ ആരാമങ്ങളിൽപ്പെട്ട ആരാമമാണ്. നമ്മൾ കുപ്പപ്പദവിലാണോ ഇരിക്കുന്നത്? കുപ്പപ്പദം എന്നല്ലയോ ഈ സ്ഥലത്തിന്റെ പേര്? നമ്മൾ ഇരിക്കുന്നത് കുപ്പപ്പദവിലാണോ? അല്ല, സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. ആര്? മുഹമ്മദ് മുസ്തഫ. ഏതുപോലെ ഭൂമി ലോകത്ത് മദീന എന്നൊരു സ്വർഗമുള്ളതുപോലെ ഇപ്പോൾ ഇതും സ്വർഗമാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞേ, മദീന 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 മദീന
മദീന മദീന മദീന മദീന മദീന മദീന മദീന മദീന മദീന മദീന മദീന മദീന. മദീനയിലെത്താൻ ആഗ്രഹമുള്ള ആളുകൾ, മദീനയിൽ പോകാൻ ആഗ്രഹം, ഇഷ്ടം, പിരിശമുള്ളവർ എല്ലാവർക്കും ഇഷ്ടമാണ്. അള്ളാഹു എത്തിക്കട്ടെ. സഹോദരങ്ങളെ, അത്രമേൽ പൂർച്ചയാക്കപ്പെട്ട സദസ്സിൽ മാത്രമല്ല നമ്മൾ പറയുന്ന വിഷയം എന്താണ്? ഉമ്മയെ പറ്റിയാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അൽ ജന്നത്തു, സ്വർഗ്ഗം. സ്വർഗ്ഗം എവിടെയാണ്? പാരഡൈസ് എവിടെയാണ്? നമ്മുടെ ഉമ്മയുടെ കാൽപാദത്തിന് ചുവട്ടിലാണ്. ഒരു സഹാബി വന്നിട്ട് കടന്നു വന്നു, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക്. എന്നിട്ട് ചോദിച്ചു, നബിയേ, എന്റെ ഉമ്മയെ പറ്റി എന്തു പറയുന്നു നബിയേ? എന്റെ അബ്ബായെ പറ്റി എന്തു പറയുന്നു നബിയേ? അവിടുന്ന് പറഞ്ഞു, ഹുമാ ജന്നതുക ഹുമാ നാറുക ഹുമാ ജന്നതുക. നിന്റെ ഉമ്മയും നിന്റെ അബ്ബയും നിന്റെ സ്വർഗങ്ങളാണ്. നിന്റെ ഉമ്മയും നിന്റെ അബ്ബയും നിന്റെ നരകങ്ങളാണ്. എങ്ങനെയാണ് നബിയേ എന്റെ ഉമ്മയും എന്റെ പ്രിയപ്പെട്ട അബ്ബയും എന്റെ സ്വർഗമാകുന്നത്? എങ്ങനെയാ എന്റെ പ്രിയപ്പെട്ട അബ്ബയും എന്റെ ഉമ്മയും എന്റെ നരകമാകുന്നത്? എങ്ങനെയാ? അന്നേരത്ത് പറഞ്ഞു ഹബീബ് മുഹമ്മദ് മുസ്തഫ, ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ അമ്മയുടെ സംതൃപ്തി നീ കരസ്ഥമാക്കിയാൽ, ജീവിച്ചിരിക്കുന്ന ഉമ്മയുടെ പൊരുത്തം നീ സമ്പാദിച്ചാൽ, ജീവിച്ചിരിക്കുന്ന അബ്ബയുടെ പൊരുത്തം നീ സമ്പാദിച്ചാൽ നീ സ്വർഗത്തിൽ പോകും. നിന്റെ അബ്ബയെ കൊണ്ട്, നിന്റെ അമ്മയെ കൊണ്ട്. ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവിന്റെ, പ്രിയപ്പെട്ട പിതാവിന്റെ സംതൃപ്തി നീ സമ്പാദിച്ചാൽ നീ നരകത്തിൽ പോകും. നിന്റെ പിതാവിനെ കൊണ്ട്, നിന്റെ മാതാവിനെ കൊണ്ട് നീ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവമാണ്! അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് എല്ലാത്തിനും മോട്ടോർ ഡ്രൈവിംഗ് തൊഴിലാളികൾക്ക് യൂണിയൻ, പിന്നെ KSRTC ബസ് ഡ്രൈവേഴ്സിന് പ്രത്യേക യൂണിയൻ, ബാർബർ ഷോപ്പിലെ ആളുകൾക്ക് യൂണിയൻ, മത്സ്യത്തൊഴിലാളികൾക്ക് യൂണിയൻ, കൂലി തൊഴിലാളികൾക്ക്, കർഷകന്മാർക്ക് യൂണിയൻ. അങ്ങനെ ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും എല്ലാവർക്കും യൂണിയൻ. അതുകൊണ്ട് തന്നെ സർക്കാരുകളോടും നിലവിലുള്ള ഭരണ സംവിധാനങ്ങളോടും ഒക്കെ ഇടപെട്ട് അവരവരുടെ ഗവൺമെന്റുകളോട് മല്ലടിച്ച് അവരവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇവിടെ അവസരമുണ്ട്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, പ്രിയപ്പെട്ട ഉപ്പമാർ, ഇന്ന് ടുഡേ മോർണിംഗ്, ഇന്ന് രാവിലത്തെ പത്രം ഞാൻ മറിച്ചു നോക്കിയപ്പോൾ ഒരു സൽമ എന്ന് പറയുന്ന മാതാവ്, ആ മാതാവിന് 10 മക്കളാണ്. 10 മക്കളാണ്. ആ 10 മക്കളിൽ 4 പേർ മരണപ്പെട്ടു പോയി, 6 പേർ ജീവിച്ചിരിപ്പുണ്ട്. സഹോദരങ്ങളെ, എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, കൽബുകൊണ്ട് ആലോചിക്കാൻ വേണ്ടി പറയുകയാ, ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ വേണ്ടി പറയുകയാ. ഇന്ന് രാവിലെ ഞാനൊരു പത്രം മറിച്ചു നോക്കി, ഞാനും നിങ്ങളും ജീവിക്കും
ജീവിക്കുന്ന കർണാടകയുടെ പ്രിയപ്പെട്ട അടുത്ത് കിടക്കുന്ന അയൽ സംസ്ഥാനമായ സാക്ഷര കേരളത്തിന്റെ മധ്യത്തിൽ ഇന്ന് രാവിലെ ഞാൻ പത്രം മറിച്ചു നോക്കിയപ്പോൾ സൽമ എന്ന മാതാവ്, ആ മാതാവിന് 10 മക്കളാ, 10 മക്കൾ ജനിച്ച സൽമ എന്ന പ്രിയപ്പെട്ട മാതാവ് ഇന്ന് വഴിയാധാരമായി കിടക്കുകയാ. ഒരു മക്കളും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല, ഒരു മക്കളും